നമസ്കാരം, വണക്കം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മുടെ BB7 അപ്ഡേറ്റുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ഓഡിയോ സബ്സ്ക്രൈബ് ചെയ്തു. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 പുതിയ ക്യാപ്റ്റൻ അനീഷ് തറയിൽ, അവൻ്റെ പേര് പോലെ തന്നെ തറ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞിരുന്നത് അവനൊരു മൊണ്ണേഷാണെന്നാണ്. എന്നാൽ അവനൊരു മൊണ്ണേഷല്ല, അവൻ ഒരു സാഡിസ്റ്റാണ്. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, അവനൊരു സാഡിസ്റ്റാണ്. എന്തായാലും ഈ പറയുന്ന അനീഷ് തറയിൽ എങ്ങനെ ക്യാപ്റ്റനായി, അതാണ് പലർക്കും ആശ്ചര്യം. അവൻ്റെ സ്വഭാവം വെച്ചിട്ട് അവനെ ക്യാപ്റ്റനാക്കാൻ പറ്റത്തേയില്ല. ആര് പറഞ്ഞാലും ഒന്നും കേൾക്കാത്ത ഒരു വെട്ടല, അത്ര പറയാനുള്ളൂ. അപ്പോൾ എങ്ങനെ ഈ ഒരു വെടല ക്യാപ്റ്റനായി, അതാണ് എൻ്റെ ചോദ്യം. കാര്യം സിമ്പിളാണ്. കൺഫെഷൻ റൂമിൽ ഒരു ലെറ്റർ ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കൺഫെഷൻ റൂമിലേക്ക് പോകാനുള്ള ആളെ ചൊല്ലി കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതും ഈ വെടല തന്നെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. കൺഫെഷൻ റൂമിൽ പോയത് നമ്മുടെ അപ്പാനി ശരത്ത്, നമ്മുടെ അപ്പാനി രവി, അദ്ദേഹമാണ് കൺഫെഷൻ റൂമിൽ പോയിട്ട് ഈ പറയുന്ന ലെറ്ററൊക്കെ എടുത്തിട്ട് ഈ പറയുന്ന മത്സരാർത്ഥികളുടെ മുന്നിൽ വായിക്കുന്നത്. അപ്പോൾ ഈ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് ക്യാപ്റ്റൻസി ആവാൻ യോഗ്യത ഇല്ലാത്തവരുടെ മുഖത്ത് ഷേവിങ് ഫോം തേക്കുക. നല്ല ടാസ്ക്കാണല്ലേ, നല്ല രസമുണ്ട് കാണാൻ, കേൾക്കാനും നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഓരോരുത്തരായി വരുന്നു ഈ പറയുന്ന യോഗ്യത ഇല്ലാത്തവരുടെയൊക്കെ മുഖത്ത് തേക്കുന്നത്. നമ്മുടെ രണാസുനയ്ക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ, എന്ത് ഈ പറയുന്ന ഷേവിങ് ഫോം. പക്ഷേ ഏറ്റവും കൂടുതൽ ഷേവിങ് ഫോം തേപ്പ് കിട്ടിയത് നമ്മുടെ തറയലിനാണ്. അപ്പോൾ ഈ ഷേവിങ് ഫോം തേപ്പ് കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. എന്ത്, ഓ ക്യാപ്റ്റൻ നമ്മളൊരാളായിരിക്കും, മനസ്സിലായില്ലേ, നമ്മളൊരാളായിരിക്കും ക്യാപ്റ്റൻ. പക്ഷേ ഈ പറഞ്ഞ BB7 മോഹൻലാൽ പറയണ്ടായി 7ൻ്റെ പണിയെന്ന്. ഇത് 7ൻ്റെ പണിയെന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് 14ൻ്റെ പണിയാണ്. ആരാണ് ക്യാപ്റ്റൻ? ഏറ്റവും കൂടുതൽ തേപ്പ് കിട്ടിയവൻ, അതായത് നമ്മുടെ അനീഷ് തറയിലാണ് ക്യാപ്റ്റൻ. ഇനി വല്ലതും പറയണോ? ഓരോരുത്തരുടെ മുഖം കാണണമായിരുന്നു. ഈ പഴുത്ത മാങ്ങ ഇങ്ങനെ ചുങ്ങി ആവൂലേ, അപ്പോൾ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പിറങ്ങളിച്ചിരിക്കൂലേ, ആ അവസ്ഥയായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ആദ്യത്തെ 7ൻ്റെ പണി. എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ ക്യാപ്റ്റൻസിയിലെ ആദ്യത്തെ പണി. അപ്പോൾ നമ്മുടെ അനീഷ് തറയിൽ ഒന്ന് നിവർന്ന്, കാരണം നട്ടെല്ലൊക്കെ നിവർന്ന് അദ്ദേഹത്തിൻ്റെ, കാരണം ഇനി അദ്ദേഹം തീരുമാനിക്കുന്ന പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുക. ഈ ശരിക്കും പറഞ്ഞാൽ ഈ അനീഷ് ഒരു നല്ലൊരു പ്ലെയറാണ്. അവനെ നമ്മൾ ഒരിക്കലും തള്ളി പറയാൻ പറ്റത്തില്ല. അവൻ ഈ ഒരു ബിഗ് ബോസിൽ ഉള്ളിടത്തോളം കാലം അവിടെ കോൺട്രവേഴ്സീസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഉണ്ടായില്ലെങ്കിൽ അവൻ ഉണ്ടാക്കും. അതാണ് അനീഷിൻ്റെ മിടുക്ക്. പുറത്തു നിന്ന് കളി നന്നായിട്ട് പഠിച്ച് വന്ന് കളിക്കുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ അനീഷ്. ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ലൈഫിൽ 5 വർഷം കളഞ്ഞവനാ. അവൻ മിക്കവാറും കപ്പ് എടുക്കാതെ പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം രാവിലെ ഞാൻ പറഞ്ഞപ്പോൾ അവൻ ഒരുമാതിരി ചൊറിയനെ പോലെ എനിക്ക് തോന്നിയത്. ചൊറിച്ചിൽ ഇപ്പോഴും ഉണ്ട്, നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇവൻ ഈ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രണാസുനയ്ക്ക് തലവേദന. അപ്പോൾ നമ്മുടെ അഭിലാഷും അപ്പാനി രവിയും കൂടി ചുമ്മാ ഒരു കളി തമാശയ്ക്ക് ഇങ്ങനെ നിൻ്റെ തലവേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പിന്നെ അവിടെ നടന്നത് എന്താ പറയുക, ഒരു സ്ഫോടനം പോലെയായിരുന്നു. അയ്യോ എൻ്റെ തല വെട്ടിപ്പൊളിയുന്നേ, പൊട്ടിപ്പോകുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണാസുന അവിടെ കിടന്ന് ഒടുക്കത്തെ നാടകം. നമ്മൾ പുറത്തെങ്ങനെയാണോ രണാസുന നാടകം കളിച്ചത്, ആ സെയിം നാടകം ഈ പറഞ്ഞ BB7 അപ്പോൾ നമ്മുടെ രണാസുനയുടെ അട്ടഹാസം ഉണ്ടല്ലോ, തലവേദനയുള്ള അട്ടഹാസം, അത് വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം, ഒന്ന് കണ്ടു നോക്കാം. പക്ഷെ നടക്കുമോ? ഈ ഇവളെപ്പോലെ തന്നെയാണ് ബാക്കി 19 പേരും എടുത്തിട്ട് ഉടുക്കുമായിരുന്നു. ഈ പറഞ്ഞ അഭിലാഷും ഈ പറഞ്ഞ അപ്പാനി രവിയും ബാക്കിയുള്ള എവിടെ നിന്നൊക്കെ വന്നെന്നറിയാൻ പാടുള്ള ആൾക്കാർ, നിനക്കൊരു കുരുവില്ല എന്നാണ് പറഞ്ഞത്, നിൻ്റെ തലവേദന ഇല്ല, നിനക്കൊരു കുരുവില്ല എന്നാണ് പറഞ്ഞത്. അഭിനയമാണ്. രണാസുന എവിടെ പോയാലും അഭിനയിച്ച് ജീവിക്കും. ഇപ്പോൾ ഷോർട്ട് ഫിലിമിലൊന്നും അഭിനയിക്കാത്തതുകൊണ്ടേ ആ ടച്ച് വിട്ട് പോകണ്ടെന്ന് ഓർത്തിട്ട് ഈ BB7 വന്ന് അഭിനയിച്ചതാണ്. പിന്നെ അടുത്ത വേടല്ല നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ രണാസുനയുടെ പുറകിൽ ചായ വേണോ കാപ്പി വേണോ, ചായ വേണോ കാപ്പി വേണോ, മെഡിസിൻ വേണോ,
എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ അപ്പുറത്ത് പാവ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. അയാൾക്കും തലവേദനയാണ്. ആര്? നമ്മുടെ ഷാനവാസിക്കയ്ക്ക്. പുള്ളിക്കും തലവേദന. പക്ഷെ വെടല അങ്ങോട്ട് പോവില്ല. വെടല രണാസുനയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. രണാസുനയ്ക്ക് എന്ത് വേണം? അയ്യോ അവസ്ഥ. എന്തായാലും BB7 നല്ല രീതിയിലൊരു അടിയാണ് നടന്നത്. പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി. ഈ പൊട്ടൻ ഈ പറഞ്ഞ ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് ഈ ഷാനവാസിനെ കെയർ ചെയ്യാഞ്ഞിരുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഷാനവാസ് നേരിട്ട് പറഞ്ഞില്ല തലവേദന എടുക്കുന്ന കാര്യം. എന്നാൽ ഈ പറയുന്ന സരികയും അക്ബറൊക്കെ പിന്നാലെ നടക്കുവാണ്. ഷാനവാസിന് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുവാണ്. അപ്പോഴും ഈ വെടലക്കൂട്ടം പറഞ്ഞ എന്താണെന്നറിയോ? ഷാനവാസ് എന്നോട് പറഞ്ഞിട്ടില്ല, നേരിട്ട് പറഞ്ഞിട്ടില്ല തലവേദന എടുക്കുന്ന കാര്യം. ഇവനോട് നേരിട്ട് പറഞ്ഞാലാണ് ഇവൻ വിശ്വസിക്കത്തുള്ളൂ. വെറുതെ അല്ല ഇവൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള ട്രാജഡികളൊക്കെ നടന്നിട്ടുള്ളത്. ഈ വെടലക്കൂട്ടനെയൊക്കെ ഇനി എന്താ പറഞ്ഞ് മനസ്സിലാക്കാനാണ്? ഇവനെ പിടിച്ച് ക്യാപ്റ്റനാക്കിയ ബിഗ് ബോസിനെ പറഞ്ഞാൽ മതി. എന്തായാലും ഈ പറഞ്ഞ കണ്ടസ്റ്റൻറ്റുകൾക്കൊക്കെ നല്ല 14ൻ്റെ പണി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇനി എങ്ങനെയാവും ഇവരുടെ പോക്കെന്നുള്ളത് കണ്ടറിയണം. വെടലക്കൂട്ടൻ ഇനി എന്തൊക്കെ ചെയ്ത് വെക്കും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള മണിക്കൂറുകളിലും നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ BB ഹൗസിൽ ആ വെടലക്കൂട്ടൻ്റെ ഒരു 1 മാൻ ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നോമിനേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ആഴ്ചത്തേക്കുള്ളത്. ഇനിയിപ്പോൾ ആരൊക്കെ പുറത്തു പോകും, ചിലപ്പോൾ പുറത്തു പോകാതിരിക്കാം, ചിലപ്പോൾ ഈ എലിമിനേഷൻ ക്യാൻസൽ ചെയ്തേക്കാം. അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അപ്പോൾ വരും മണിക്കൂറുകളിലുള്ള നമ്മുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സ് ഒന്ന് സ്ലൈഡ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. വീഡിയോ റീച്ച് ആവും. ഓക്കെ, ബൈ.